ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതുവരെ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പം എനിക്ക് നല്ല പേടിയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ നോക്കിയപ്പം എന്താ പറയുക, നമ്മുടെ സ്കൂൾ തുറക്കുവാണ് ഇപ്പം. അതാവുമ്പോൾ എന്താ പറയുക, എൻ്റെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പം മേക്ക് ഓവർ എന്ന് വെച്ചാൽ ന്യൂ ഫർണിച്ചേഴ്സ് എടുക്കുന്നില്ല, എന്താ പറയുക, ഉള്ള ഫർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിൽ. അപ്പം ഞാൻ മാറ്റി, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ടേബിളും ബെഡും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം. ഇനി ക്ലീൻ ചെയ്യാൻ ഒരു ലോഡ് ക്ലീനിങ് ഉണ്ട്. ഇപ്പം റൂം മൊത്തം ഇടയ്ക്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്തതാണ്. മെയ് മാസമല്ല, ഏപ്രിൽ സ്കൂൾ അടയ്ക്കാൻ നേരത്ത്, ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എങ്ങാണ്ട്. അപ്പം ഞാൻ ഈ റൂം ക്ലീൻ ചെയ്ത. പിന്നെ ഇതുവരെ ഞാൻ ഈ റൂം തൂക്കുമായിരുന്നു, പക്ഷേ എന്താ പറയുക, അല്ലാതെ ക്ലീൻ ചെയ്തിട്ടില്ല. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുവാണ്. എന്താ പറയുക, ബെഡായാലും എല്ലാം മൊത്തത്തിൽ അലങ്കോലമാണ്. അപ്പം നമ്മുടെ റൂം മേക്ക് ഓവറാണ്. അപ്പം ഒരു കാര്യം പറയണേ, ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 88 ആയി. ഇനി നാളെ നോക്കുമ്പോൾ അത് 87 ആണ്. ഇത് കൂടുന്നില്ല, പക്ഷെ കുറയുന്നുണ്ട്. അതെനിക്കറിയത്തില്ല. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് എന്താ പറയുക, ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടേബിളാണ് വൃത്തിയാക്കിയത്. ടേബിളിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ 6th ക്ലാസ്സിലെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു. ടേബിളിൽ ഇരുന്ന എല്ലാ സാധനവും ഞാൻ സൈഡിലോട്ട് മാറ്റി. പിന്നെ നമുക്ക് സമ്മർ വെക്കേഷൻ ആയാലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ പേപ്പർ അതേ കിടക്കുമല്ലോ, ആ പേപ്പറെല്ലാം ഞാൻ താഴോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളിൽ ഇരുന്ന എല്ലാ സാധനവും ഞാൻ മാറ്റി. പിന്നെ ഞാൻ ഹോളിഡേ ഹോംവർക്കൊക്കെ ഒരു ഫയലിനകത്താക്കി ഇട്ട് വെച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു സൈസ് ക്ലിപ്പാണ് കേട്ടോ, കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല രസമാണ് ഇത്. പിന്നെ മിനി നോട്ട്ബുക്ക്, പേപ്പർ സോപ്പ്, ഇതൊക്കെ വെക്കേഷനിൽ ഉണ്ടാക്കിയതാണ്. ചുമ്മാ ഉണ്ടാക്കിയ ബോറടിക്കുമ്പോൾ ഈ വെക്കേഷൻ പെട്ടെന്നാണ് പോയത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടേബിളിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മണ്ടയ്ക്കോട്ട് എടുത്ത് വെക്കുവാണ്. പിന്നെ ആവശ്യമില്ലാത്തൊക്കെ താഴോട്ട് താഴോട്ടിടുവാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ പാട്ടിടുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ എന്താ പറയുക, ടേബിളിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ടേബിളിൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും മാറ്റി. ഇനി ഞാൻ മണ്ടയ്ക്കത്തെ സാധനം മാറ്റണം. ടേബിളിൽ നിന്ന് കിട്ടിയ എത്ര സാധനമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും. ഒരു പണി പറ്റി, എൻ്റെ ഫോണിൽ ചാർജില്ല, 3%. അപ്പം ഞാൻ ഈ ടേബിളിൽ എല്ലാ സാധനവും വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോഴേക്കും ഫോണിൽ ചാർജാണ്. ഞാൻ പോയി ഫോൺ കുത്തിയിട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ ഫോണിലിപ്പോൾ ചാർജ് ഏകദേശം 22% ഉണ്ട്. ഞാൻ ബാക്കി ടേബിളിൻ്റെ ഫുള്ള് കഴിഞ്ഞു. ടേബിളിൻ്റെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കട്ടിലിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അലമാരിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ടേബിളിൻ്റെ ലുക്ക് ഇപ്പോഴത്തെ കാണിച്ചു തരാം.
ഇതേ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊന്ന് ചാർജ് കയറുന്നു, ആ സമയം കൊണ്ട് ഞാൻ ഇതാക്കിയതാണ്. അപ്പോൾ ഇതേ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് കേട്ടോ. അതിനകത്ത് ഫുള്ള് ടേപ്പും ഇതൊക്കെയാണ്, ഇതിനകത്ത് ഫുള്ള് സ്റ്റിക്കി നോട്ടാണ്. പിന്നെ ഞാനിത് ആ കുഞ്ഞതെൻ്റെ ജേണൽ ഡയറിയാണ്. പിന്നെ പച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് ഡയറി കഴിഞ്ഞ വർഷത്തെ, പിന്നെ അത് സാധാ ഡയറി, പിന്നെ അങ്ങേ അറ്റത്തിരി ഇത് ഈ വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡയറി. ഇത് ഞങ്ങൾ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഫുള്ള് ജേണൽസിൻ്റെ സപ്ലൈസാണ്. ഇത് ബ്രൗൺ പേപ്പർ, ക്രേ പേപ്പർ, പിന്നെന്താ ബേൺഡ് പേപ്പർ അതൊക്കെ. പിന്നെ ഇതിനകത്ത് വാഷി ടേപ്പ് അതൊക്കെ. പിന്നെ ഇത് ഫെറോ റോഷറിൻ്റെ കവറാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റാമ്പും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇത് ഫുള്ള് കവായി സ്റ്റിക്കേഴ്സാണ്. ഇത് 20 ഷീറ്റായിരുന്നു. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തതാണ് ഇതിനകത്ത് ഇടാൻ വേണ്ടി മാത്രമായിട്ട്. ഇത് 5 കളറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്കും മൊത്തം ഞാൻ ഇവിടെ വെച്ചു. ടെക്സ്റ്റ് ബുക്ക് ഇനി മാത്സിൻ്റെയും സയൻസിൻ്റെയും കൂടെ വെക്കാനുണ്ട്, അതിനെയും വെക്കണം. പിന്നെ നോട്ട് ബുക്ക് ഇത്രയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മിനി നോട്ട് ബുക്ക്, എന്താ പറയുക, ഞാൻ തന്നെ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പ്, പേപ്പർ സോപ്പ്, സിസേഴ്സ്, പിന്നെ കളറ്, ടേപ്പ്. പിന്നെ ഇത് മൊത്തം പൗച്ചും ബോക്സും ഒക്കെയാണ്. ഈ സൈഡിലായിട്ട് ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിലുള്ള പിള്ളേരുടെ സൈനാണ്. ക്ലാസ് ടീച്ചറിൻ്റെ സൈനും ഉണ്ട് കേട്ടോ. അന്ന് ഹാർട്ടിനകത്തോ അത് ക്ലാസ് ടീച്ചറിൻ്റെ സൈനുണ്ട്. ബാക്കി എല്ലാവരുടെയും സൈനുണ്ട്. എൻ്റെ സൈൻ അകത്തുണ്ട് കേട്ടോ. 5B മെമ്മറീസ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഹോളിഡേ ഹോംവർക്കാണ് കേട്ടോ. അത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു. ഇതിനിയും ടേബിളിൽ നിന്ന് കിട്ടിയ അത്രയും സാധനമാണ്. ഇതിനി നമുക്ക് ലാസ്റ്റ് വേണം തൂക്കാൻ. ഇനി നമുക്ക് എന്താ പറയുക, ഇനി നമുക്ക് വൃത്തിയാക്കേണ്ട കട്ടിലോട്ടാണ്. കട്ടിലും അതിനേക്കാട്ടിലും അലങ്കോലമായിട്ട് കിടക്കുക. 3, 2 ഗൈസ്. അപ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ കോലം നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ടേബിളിൻ്റെ ഫുള്ള് പരിപാടിയും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിലോട്ട് പോകണം. അപ്പോൾ ബാക്കിൽ കുറച്ച് വെട്ടമുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കേണ്ട ബൾബാണ്. വെട്ടമില്ലെങ്കിൽ രാത്രി എടുക്കുന്നത്. പകലായിരുന്നു നമുക്ക് ജനൽ തുറന്നിട്ട് ഇങ്ങനെ എടുക്കാമായിരുന്നു, ജനൽ തുറന്നിട്ട് വെട്ടം വന്നു. പക്ഷേ ഇപ്പോൾ രാത്രിയാണ് ഞാനിത് ഇപ്പം മൊത്തത്തിൽ ഇത് ചെയ്യുന്നത്. എനിക്ക് രാത്രി മാത്രമേ മൂഡ് കാണത്തുള്ളൂ. പകൽ നമ്മൾ ഫുള്ള് വീഡിയോ എടുക്കാൻ പോകും, പിന്നെ കളി പിടി ഇല്ല. അപ്പം നമുക്ക് നേരെ കട്ടിൽ ക്ലീൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പം കട്ടിൽ ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ടിലിൽ ഞാൻ പറഞ്ഞല്ലോ തുണിയാണ് കൂടുതലും. തുണിയുണ്ട്, പിന്നെ ഇത് എന്താ കാർഡ്ബോർഡ്, പിന്നെന്താ ബെഡ്ഷീറ്റ്, പിന്നെ എന്താ വാഴയില. അത് എന്താ പറയുക, ഇത് ഒരിടത്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. അതിപ്പോൾ വാഴയില, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ പാട്ട് കേട്ടിട്ട് വാ. അപ്പോൾ നമ്മളിപ്പം ബെഡിലെല്ലാം കളഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് ആദ്യം എനിക്ക് ബെഡ്ഷീറ്റ് ഒരേപോലത്തെ നോക്കി, ബെഡ്ഷീറ്റ് കിട്ടി, പക്ഷെ പില്ലോ കവർ ഒരേപോലത്തെ കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ വേറൊരെണ്ണം പോയി നോക്കിയപ്പോൾ കിട്ടി, വൈറ്റാണ്, രണ്ടും കിട്ടി. അപ്പോൾ ഞാൻ പില്ലോ കവർ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് ഇരിക്കും. ബെഡ്ഷീറ്റ് ഞാൻ കട്ടിലൊക്കെ കയറിയാണ് വിരിക്കുന്നത്. നമുക്കതൊക്കെ വരും, ഞാൻ കൊച്ചു കുഞ്ഞാണ്. അപ്പം നമ്മളിത് ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ പില്ലോയും അതിന് മാച്ചായിട്ടുള്ളതാണ് ഞാൻ എടുത്തത്. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തതാണ്, കുറേ പാടുപെട്ട് കണ്ടുപിടിക്കാൻ. ഒരേപോലത്തെ ഇല്ല, ഒരു എന്താ പറയുക, ഇത് കിട്ടത്തില്ല. അല്ലെങ്കിൽ വൈറ്റ് വേറെ ആയാലും മതിയായിരുന്നു, വേറെ വൈറ്റ് കളറിൽ വേറെ പില്ലോ കവർ ഉണ്ടെങ്കിലും മതിയായിരുന്നു. ഗൈസ്, അപ്പം എന്താ പറയുക, ബെഡിൻ്റെ പരിപാടിയും തീർന്നു. എനിക്ക് ഇവിടെ വെച്ച് നിർത്തണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇന്ന് ഇതൊരു ഇതായിട്ട് കാണണം, അതുകൊണ്ട് എനിക്കിതൊന്ന് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പം ഇനി എനിക്ക് അലമാരയും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൂത്താൽ മതി. ഇതെല്ലാം തീർന്നു, ബെഡെല്ലാം കഴിഞ്ഞു. ബെഡിലെ പരിപാടി ഇനി നമുക്ക് അലമാരിക്കകത്ത് വലുതായിട്ടില്ല, നമുക്ക് ചെറുതായി ജസ്റ്റ് നമുക്ക് യൂണിഫോം ഒക്കെ ഒന്ന് മടക്കി വെക്കണം.
പിന്നെന്താ അലമാരി മേക്കപ്പ് പ്രൊഡക്ട്സ് ഇരിക്കുന്ന അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ പുതിയ കുറേ ക്ലിപ്പും എന്താ പറയുക ബൺസും ഒക്കെ കിട്ടി, അതൊക്കെ എന്താ പറയുക ഒതുക്കി വെക്കണം. അങ്ങനെ അകത്ത് ആ ഒരു പരിപാടിയേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് തുണി ഒന്ന് ജസ്റ്റ് തുണിയൊക്കെ ഒതുങ്ങിയിരിക്കുക. യൂണിഫോത്തിൻ്റെ ആ ഒരു ചെറിയ റോ മാത്രമേ ഉള്ളൂ നമുക്ക് തുണി മടക്കാനുള്ള. ബാക്കി കുഴപ്പമില്ല, നമുക്കല്ലാതെ തന്നെ ശരിയാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അതുകൂടെ അല്ലേ ഉള്ളൂ. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ കഴിയില്ല. നാളെ പിന്നെയും വീണ്ടും മടിയാവും. ഇതിപ്പം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം രാത്രി ഇങ്ങനെ യൂട്യൂബും എല്ലാം കണ്ടിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ റൂം വൃത്തിയാക്കിയാലോ, മേക്ക് ഓവർ ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഫർണിച്ചേഴ്സൊക്കെ നീക്കുന്ന ആ ഒരു ഇത് കിട്ടിയില്ല. അതുകൂടെ എനിക്ക് വേണമായിരുന്നു. ബട്ട് അപ്പോഴും ഞാൻ ഓർത്തില്ല എന്നൊരു വീഡിയോ എടുത്താലോ എന്നാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത്. അലമാരി ഞാൻ മാറ്റിയിട്ടില്ല, ഷെൽഫ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ ബെഡും സ്റ്റഡി ടേബിളും സ്ക്രീന് തുണി ഇടുന്ന ആ സ്ക്രീനും പിന്നെ അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. മതി, അത്ര മതി. എൻ്റെ ഒരു റൂം ചെറിയൊരു റൂമാണ്, അത്ര മതി. ഈ ഒരു സ്ഥലമൊക്കെ ഉള്ളൂ, ചെറിയൊരു റൂമാണ്. എനിക്കിപ്പോൾ ഇത് മാറ്റിയപ്പോൾ ഇത്രയും സ്പേസ്, നല്ല സ്പേസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വൈകിക്കേണ്ട. ഇപ്പം തന്നെ 9:30 9:21. അപ്പം നമുക്ക് അലമാരിയുടെ പണിയും കൂടെ തീർക്കാം. ഞാൻ മുമ്പ് ബെഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചെറുപ്പതേ അങ്ങനെ കിടന്ന ബെഡ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തു. ഞാൻ കണ്ടോ, പില്ലോയും ആ ഒരു ബെഡ്ഷീറ്റും ഒരേ കളർ തന്നെ കിട്ടി. ഇതോ ടേബിൾ വൃത്തിയാക്കി, പിന്നെ അത് കുളമായെന്നല്ല ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ ഇത് ആണ് അലമാരി. ഇതാണ് നമുക്കപ്പോൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ യൂണിഫോം എല്ലാം മടക്കണം. അവിടെ കുറച്ച് തുണിയുണ്ട്, അത് മാറ്റിയിട്ട് അവിടെ യൂണിഫോം വെക്കണം. പിന്നെ ഇവിടെ വലുതായിട്ടില്ല, ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഒതുക്കാം. ഇവിടെ വലുതായിട്ട് അങ്ങനെ ഇല്ല, നമുക്ക് ഇവിടെ താഴെ അങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് വെച്ചാൽ മതി. പിന്നെ ഇവിടെ സാധാ ഡ്രസ്സ് പോലെ ഞാൻ സാധാ പോലെയാണ് വെക്കുന്നത്. ഇവിടെ എനിക്ക് വൃത്തിയാക്കണം. ഇവിടെ ആ ട്രോഫിയൊക്കെ ഒന്ന് നേരെ വെക്കണം. അവിടെ ഇരിക്കുന്ന സാധനമൊക്കെ ഒന്ന് മാറ്റണം. ഗൈസ്, അപ്പോൾ ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് 5ാം ക്ലാസ്സിലല്ല 4ാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഞാൻ. അന്നെൻ്റെ മുടി ഞാൻ വെട്ടിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുറേ മുടി കണ്ടേനെ. മുടി ഉണ്ട് ഇപ്പം, പക്ഷേ മുടി അന്ന് വെട്ടിയില്ലായിരുന്നു, കുറേ കണ്ടേനെ. എന്താ പറയുക, ഇത് ഈ വർഷത്തെ 5ാം ക്ലാസ്സിൽ അന്ന് ഞാൻ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത്. അന്നും ആ ഒരു മുടി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനിയും ഞാൻ 6ിലോട്ട്, ഇനി അടുത്ത ക്ലാസ് ഫോട്ടോ കിട്ടണം.
പരിപാടിയും തീർന്നു. അലമാരി ഞാൻ ഫുൾ വൃത്തിയാക്കി. ഇപ്പോൾ സമയം 9:45, 9:47, 9:45 കഴിഞ്ഞു. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഇവിടെ തൂത്താൽ മതി. ഇനി ഞാൻ അലമാരി കാണിച്ചു തരാം. ഫോണിന് 2% ആയി ചാർജ്. ഇപ്പോൾ കുത്തിയിട്ടേക്കുവാണ്. അപ്പം ഇവിടെ ഇപ്പം ഞാൻ കട്ടിലിരിക്കുകയാണ്. ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ റൂം മേക്ക് ഓവറും കഴിയും. അപ്പം എന്താ പറയുക, ഏകദേശം കഴിഞ്ഞ് നമുക്ക് അലമാരി ഞാൻ ഇനിയും കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ദേ അലമാരി ഫുള്ള് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ണാടി മിററെല്ലാം തുടച്ചു. പിന്നെ അവിടെയൊക്കെ ഈ ട്രോഫിയിലാണെന്ന് ഞാൻ തുടച്ചാൽ മറന്നുപോയി. പിന്നെ ദേ ഇവിടെ ഒന്നും തുടച്ചിട്ടില്ല. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തുടച്ചു, മിററും തുടച്ചിട്ടുണ്ട്. ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ദേ അകത്തോട്ട് ചെല്ലുമ്പോൾ ദേ ഇതാണ് അവിടെ ഇത് ബൺസാണ്. ഇത് തലയിലും ഇടാം, താഴത്തെ തലയിലൂടെ കയ്യിലും ഇടാം. പിന്നെ ദേ ഇത് ഫുള്ള് ക്ലിപ്സാണ്. ഫുള്ള് ഇങ്ങനെ ക്ലിപ്പ് സ്റ്റാറിൻ്റെത്, ഈ സ്റ്റാറിൻ്റെ ക്ലിപ്പാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പെന്നാണ്. അത് എല്ലാ കളറും ഉണ്ട്, നല്ല പെന്നാണ്. പിന്നെ അതേ ഒരു 2 ബാംഗിൾസ്, ഒരു ക്രയോണ്, പിന്നെ പൗഡർ. ഇനി ഇവിടെ കുറേ സാധനങ്ങൾ വരാനുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്കും ഐലൈനറും എല്ലാം അപ്പുറത്തിരിക്കുക, സൺസ്ക്രീൻ എല്ലാം അപ്പുറത്തിരിക്കുക. അതിനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ അത് ഇവിടെ 3 നെയിൽ പോളിഷും ഒരു പൗഡറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തുവെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സായിട്ട്, മിസ് യു കുട്ടു എന്നും പറഞ്ഞിട്ട്. അതെൻ്റെ ഒരു പട്ടിയായിരുന്നു. ആൾ മരിച്ചുപോയി, എന്താ പറയുക. അപ്പോൾ അവൻ്റെ ആ ഒരു രോമമാണ്, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക. അത് എന്താ പറയുക, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. ഇത് ഞാൻ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഞാനത് എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം അവൻ ഡിസംബറിൽ പോയതാണ്, ഡിസംബർ 5-ഓ 6-ഓ എങ്ങാണ്ട്. അപ്പോൾ അതെൻ്റെ മണി ബോക്സാണ്. ഇത് എന്താ പറയുക, അതിനകത്തൊന്നും ഇല്ല പ്രത്യേകിച്ച്, എല്ലാം ഞാൻ എടുത്തു. പിന്നെ ഇതിനകത്ത് മൊത്തം ബൺസ്, വീണ്ടും ടെഡി ബിയറിൻ്റെ, സ്ട്രോബെറിയുടെ അങ്ങനത്തെ ബൺസൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് 2 പേര് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് 2 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. 2 പേര്, ആ കാർഡും ആ ഒരു വലിയ ആ ഗിഫ്റ്റും ഒരാൾ തന്നെയാണ്. പിന്നെ റെഡ് ടെഡി ബിയർ അതൊരാൾ തന്നെയാണ്. മറ്റേത് ബർത്ത്ഡേ കാർഡും ഉണ്ട് കേട്ടോ. പിന്നെ അത് പെപ്പർ സ്പ്രേ, അതൊന്നും എൻ്റെ അല്ല കേട്ടോ, ചേച്ചിയുടെയാണ്. പിന്നെ ഇതൊന്നും എന്തുവെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നേരത്തെ അടുക്കി വെച്ചേക്കുമായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അടുക്കാനില്ലായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ യൂണിഫോം മടക്കണം എന്ന് പറഞ്ഞു, അത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ എന്താ പറയുക 5ാം ക്ലാസ്സിലത്തെയാണ്. അത് ഞാനൊരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ. അതിന് ഈ ഷർട്ട് 6ാം ക്ലാസ്സിൽ ഉപയോഗിക്കുന്നില്ല, എനിക്ക് പാകമാകത്തില്ല. പിന്നെ ഷർട്ട് അത് രണ്ടും 5ാം ക്ലാസ്സിലാണ്. ഈ കോട്ടും പാൻറ്റും അത് ഈ വർഷം എടുത്തതാണ്. ഈ ഷർട്ടും കോട്ടും പാൻറ്റും വർഷത്താണ്. ഇപ്പം ഞാൻ തൊട്ട് കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. പിന്നെ വേറെ ഇവിടെ യൂണിഫോം അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ അത്ര ഒതുക്കിയിട്ടുള്ളൂ. അവിടെ പിന്നെ ഞാൻ പറഞ്ഞു തുടച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇനി നമുക്കിതെല്ലാം വൃത്തിയാക്കണം. ഇനിയും തൂക്കാനൂടെ ഉള്ളു കേട്ടോ. നമുക്കിനി തൂക്കാം. അപ്പോൾ നമുക്കിനി എന്താ പറയുക തൂക്കാനൂടെ ഉള്ളൂ. തൂത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എൻ്റെ എന്താ പറയുക ഈ സ്റ്റഡി ടൈമിൻ്റെ ഇവിടെ ഒരു കസേര ഉണ്ട്. അപ്പോൾ ആ കസേര ഇവിടെ ഹാളിൽ ഇരിക്കുക, അതിന് ഇവിടെ കൊണ്ട് വെക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ജോലി മൊത്തം തീർന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ തൂക്കാം, അടിച്ചു വരാം.
അപ്പം ഞാനപ്പോൾ തൂത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി കസേരയും കൂടി ഇവിടെ കൊണ്ടിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് റൂമിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, റൂം മേക്ക് ഓവർ ഫുള്ള് കഴിഞ്ഞിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ റൂം മേക്ക് ഓവർ കഴിഞ്ഞു. ഇനി നിങ്ങൾ പോയിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് കണ്ടിട്ടോ. ഓക്കെ. കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് വർക്ക് ചെയ്യും, നമ്മളൊരു ഗോൾ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ നമുക്കത് ഫുള്ള് സക്സസ്ഫുള്ളാക്കി എടുക്കാം. നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് കണ്ടല്ലോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ആ കിടന്ന റൂമും ഇപ്പോഴത്തെ റൂമും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കല്ലേ. അപ്പം ഇങ്ങനെ അടുത്ത വീഡിയോ ഞാൻ ഇപ്പോഴേ പറയുവാണ്. നമ്മുടെ എന്താ പറയുക, വരുന്ന ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളിൻ്റെ ആണ്. അപ്പം ഞാൻ ഇതുവരെ ബാഗും ഇതൊന്നും കാണിച്ചിട്ടില്ല നിങ്ങളെ. അപ്പം അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇനി ഇങ്ങനത്തെ ലോങ് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അത് ഞാൻ ഇത് തന്നെ ആക്കിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.